ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഭയങ്കര വെയിലല്ലേ. അപ്പം നമ്മളിന്ന് പാവയ്ക്ക ഉണങ്ങുവാണേ. അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. 2 പാവയ്ക്ക വെച്ചാട്ടോ ഉണങ്ങുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അതിനെന്ന് പറഞ്ഞാൽ ഒരുപാട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കൈകാര്യം ചെയ്യാനും പാടാണ്. പിന്നെ ഈ പ്രഷറും അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഉപ്പിലിട്ടൊക്കെ ഇട്ട് ഉണക്കിയൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോഴൊക്കെ അത് ചില പ്രശ്നങ്ങളാണ്. പിന്നെ ഇഷ്ടമുണ്ടല്ലോ ഇതൊക്കെ കഴിക്കാൻ. അപ്പോൾ നമ്മളത് കഴിക്കണമെങ്കിൽ പെട്ടെന്നാവുന്ന പോലെ തന്നെ പെട്ടെന്ന് തീരുന്ന പോലെ ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. അതിൽ ഉപ്പിടാതെ ഉണങ്ങാനും പറ്റുമല്ലോ. കഴിക്കണമെന്ന് ആഗ്രഹവും ഇഷ്ടവും ഉണ്ട്. അപ്പം നമ്മളത് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ സ്ഥിരം ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനിന്ന് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വെച്ചേ. ഇതുപോലെ തന്നെ വട്ടത്തിൽ 2 ഇഞ്ച് നീളത്തിലൊക്കെ ഇതുപോലെ അരിഞ്ഞെടുക്കണേ. നമുക്ക് കൂടുതൽ അളവുണ്ടെങ്കിൽ രണ്ടും ഒരേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ കൈകാര്യം ചെയ്യാനുള്ള എളുപ്പം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ഉണങ്ങി വെച്ചാൽ നമ്മളുണ്ട് ഒരുപാട് കഴിക്കുള്ളൂ. ഇത് ചെറുതായിട്ടൊരു ഇച്ചിരി കറി പോലെ ഇങ്ങനെ വറുത്ത് കഴിക്കുന്ന കാര്യങ്ങളാകുമ്പോൾ ഇച്ചിരിയല്ലേ കഴിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇച്ചിരി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവേ. എല്ലാം ഒരേ രീതിയിലാണ്. ഇതുണ്ടോ ഇതേപോലെ തന്നെ 2ആയിട്ട് മുറിച്ച് വെച്ച് ഈ ഒരു മുറി ഇതിന് വലിപ്പം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു കഷ്ണം 2ആയിട്ട് മുറിച്ചതിൽ ഒരു കഷ്ണം ഒരു 4ഓ 3ഓ ആയിട്ട് മുറിക്കാവുള്ളേ. ഒരുപാട് കുരുകുരാന്നരിയരുത് തീയിൽ വെക്കുന്ന പോലെ. ഇതിന് വണ്ണം കുറവായതുകൊണ്ട് ഇത് 3ആയിട്ട് അരിഞ്ഞാൽ മതി. കണ്ടോ, ഏകദേശം ഒരേ വലിപ്പം. എന്നാൽ ഇച്ചിരി വലിപ്പം കൂടുകയോ കുറയോ ചെയ്തെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത് കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ലേ. പിന്നെ നല്ല മൂത്തതാണേ. പക്ഷേ ആ കുരു ഇവിടെ അപ്പൂന് അത് വറുക്കുമ്പോൾ ആ കുരു കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് കളയൊന്നും വേണ്ട കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് അവൻ ആ കുരു സ്പെഷ്യലായിട്ട് പെറുക്കി തിന്നുന്നത് കാണാം. എല്ലാവരുടെ പാത്രത്തിൽ നിന്നും വന്ന് എടുത്തുകൊണ്ട് പോകും. എല്ലാവരുടെയും എന്ന് പറയാൻ അപ്പൂവിനും പിഞ്ചറിനും ഇഷ്ടമുള്ളൂ കേട്ടോ. വേന ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. അതുകൊണ്ടും 2എണ്ണമൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഒരാഴ്ചയുണ്ട് ഇവിടെ ഈ 2എണ്ണം ഉണ്ടാക്കി വെച്ചാൽ. നിങ്ങളും ഉണ്ടാക്കി നോക്കണേ. ഇത് ഈ വേനൽക്കാലം അല്ലേ, ഒറ്റ ദിവസം കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഉണ്ടാക്കി വെച്ചാൽ മതി. പിന്നെ നമ്മൾ പച്ചമുളക് കേട്ടോ ഇടുന്നത്. അത്രയും പച്ചമുളകൊന്നും ഇടത്തില്ല. ഇതിങ്ങനെ 2ആയിട്ട് മുറിച്ച് വെച്ച് ഇതിന് നീളത്തിൽ ഒന്നുകൂടെ പൊളന്നിടുക. എന്തെങ്കിലും എരിവൊക്കെ പിടിക്കുവോളെ. പിന്നെ നീളത്തിലങ്ങ് മുറിച്ചിട്ടാലും മതി. അന്നേരം ഞാൻ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി എണ്ണ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇതൊക്കെ വറുത്തെടുക്കത്തുള്ളേ. പിന്നെ ബാക്കി എണ്ണ ഉപയോഗിക്കുകയല്ല. നമുക്ക് പേടിയാണ്. എനിക്ക് ഈ കൊളസ്ട്രോളൊക്കെ വരുമോ, വറുത്ത എണ്ണ വീണ്ടും ഉപയോഗിക്കരുതെന്ന് പറയുമല്ലോ. ഇനി നമ്മുടെ ഒരു കുഴപ്പം കൊണ്ടൊരു അസുഖം വരില്ലെന്നോർത്ത് അപ്പം അത്യാവശ്യത്തിനുള്ള എണ്ണയ്ക്കകത്താണ് വറക്കുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞായിട്ടൊക്കെ അരിഞ്ഞിട്ടില്ല. ഇല്ലെങ്കിൽ ഇത്രയും വലിയ മുളക് വറുത്ത് വരാൻ വേണ്ടി കുറേ എണ്ണ വേണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മുറിക്കുന്നത് കേട്ടോ. ഇല്ലേ നീളത്തിൽ അങ്ങ് 2ആയിട്ട് പൊളന്നിട്ടാൽ മതിയേ. അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ ഉണ്ടോ. അതേ നീളത്തിൽ അങ്ങ് മുറിച്ചേച്ച് അതുപോലെ ഇട്ടാൽ മതി. ഇതിനിപ്പോൾ ഞാനൊരു 15ഓ 16ഓ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നീളത്തിലിട്ടിട്ട് ഞാൻ പിന്നെ അതെടുത്ത് മുറിച്ചേ. അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ പിന്നെ ഉപയോഗിക്കുന്ന രീതി കൂടെ ചിന്തിക്കുകയോ ഒത്തിരി എണ്ണയാവുമല്ലോ അല്ലെങ്കിൽ അത് പോവുമല്ലോ എന്നൊക്കെ ഓർത്ത് അങ്ങനെയൊക്കെ കേട്ടോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നേ. എന്നിട്ട് ഒരു 15ഓ 16ഓ മുളക് ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടുള്ള. മൊത്തം മുളക് എടുത്തില്ല. ഇനി ആ മുളക് വേറെ വാട്ടി വെക്കണം. മുളക് കൂടുതലായിപ്പോയി വലപ്പോഴായിട്ട് മേടിച്ചത്. ഇടയ്ക്ക് പനിയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും കറിയൊക്കെ കഴിക്കാൻ മടിയായിരുന്നേ. അന്നേരം ഇഷ്ടപ്പെട്ട രസവും അതും ഇതുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പച്ചമുളക് ഒത്തിരി ബാക്കി വന്നായിരുന്നു. പിന്നെ പാവയ്ക്കായാലും 4എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തോരൻ വയ്ക്കുകയും പനിക്കുമ്പോൾ അതൊക്കെയാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടും പിന്നെ ബാക്കി വന്നു. അല്ലെങ്കിൽ ഞാൻ ഈ വേനൽക്കാലത്ത് ഇതെല്ലാം ഉണങ്ങി വെക്കുന്നതാണ്. കണ്ടോ ഇപ്പം ഇത് രണ്ടും സെറ്റായിട്ട് വന്നില്ലേ. ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് മുറിച്ചെടുത്തേക്കുന്നത് നമ്മൾ. ഇനി ഇതിൻ്റെ അകത്തോട്ടൊരു 3/4 സ്പൂണ് എന്ന് പറഞ്ഞ് ഏകദേശം ചേരുന്ന പോലെ നമ്മുടെ അളവിന് ഏകദേശം ഉപ്പിട്ടേക്കണേ. ഉപ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടത്. കല്ലിട്ടാലും മതി. പക്ഷേ ഞാൻ കല്ലിട്ട് ചെയ്ത് നോക്കിയിട്ടില്ലേ. എന്നിട്ട് അടിക്കട്ടിയുള്ളൊരു പാത്രത്തിൽ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ നമ്മളത് വെച്ച് അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ചുമ്മാ അങ്ങോട്ട് വെച്ചോ. പിന്നെ മുളകും പാവയ്ക്കായും ഉപ്പുപൊടിയും അത്രയും മാത്രമേ ഇതിനകത്തുള്ളൂ. എന്നിട്ട് മൂടി വെച്ചിട്ട് ചെറു തീയിൽ ഇതുപോലെ ഇടയ്ക്കെടുത്ത് കുലുക്കി നമ്മൾ അടി പിടിക്കാതെ നോക്കുന്നതാണ്. ഇതിപ്പോൾ 2 പാവയ്ക്ക ഉള്ളതുകൊണ്ടാണ് നമുക്കിത് കുലുക്കാൻ പറ്റുന്നത്. കുലുക്കുമ്പോൾ അതിൻ്റെ അടി കാണാൻ പറ്റുന്നുണ്ടല്ലോ. കൂടുതൽ പാവയ്ക്ക ഉണ്ടെങ്കിൽ നമ്മൾ കുലിക്കാൻ അതിൻ്റെ അടിയിലോട്ടൊന്നും ഒന്നും ചെല്ലത്തില്ല കേട്ടോ. അന്നേരം നമ്മൾ ഈ ചട്ടുകമൊന്നും അല്ലാത്ത ഇങ്ങനെ നമ്മളേതെങ്കിലുമൊക്കെ ഇങ്ങനെ ഞെക്കി എടുക്കുന്ന ഒരു സ്പൂണുണ്ടല്ലോ, അതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ മെലിഞ്ഞിരിക്കുന്ന സ്പൂണിൻ്റെ ബായ്ക്കോ അല്ലെങ്കിൽ ചെറിയ കോലോ എന്തെങ്കിലും ഇട്ടാൽ കേട്ടോ ഇളക്കാവുള്ളൂ. ഇതിപ്പോൾ 2എണ്ണം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ. അല്ലെങ്കിൽ അതെന്നാ പറയുന്നത് മുറിഞ്ഞു പോകും. ഇതിപ്പോൾ നമ്മൾ ഇത് കണ്ടോ ഈ സാധനം ഇതും കൊണ്ട് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഈ സാധനം കൊണ്ട് ഇളക്കിയാൽ അത് പോകത്തില്ല കേട്ടോ. പിന്നെ തവിയുടെ സ്പൂണിൻ്റെ ബായ്ക്ക് വശം ഉണ്ടല്ലോ, സ്പൂണിൻ്റെ അല്ല നമ്മൾ ഈ കോരി എടുക്കുന്ന തവിയുടെ കണ്ടോ, അത് ഇങ്ങനത്തെ ആയിരിക്കണം. മറ്റേ വളഞ്ഞിരിക്കുന്നതായിരിക്കില്ല. അടി ഇങ്ങനെ വളഞ്ഞ് അതൊക്കെ കേടായി. ഇത് പെട്ടെന്ന് അത് ഡാമേജ് വരുവേ. ഇത് നമ്മൾ വറക്കുമ്പോൾ ഭംഗിയും വേണമല്ലോ. അപ്പോൾ ചതഞ്ഞൊക്കെ പോകാതിരിക്കാൻ വേണ്ടി. പിന്നെ ഇത് വെന്തളിഞ്ഞു പോകരുത്, വെള്ളം ഒഴിക്കരുത്.
ഇപ്പം നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും വെള്ളം കുറഞ്ഞു പോയി അടിക്ക് പിടിക്കുമെന്ന് തോന്നുവാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മളത് മൂടി വെച്ചേക്കണം, ഗ്യാസ് ഓഫാക്കിയിട്ടേ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കണ്ടോ, അതിൻ്റെ ചൂടുണ്ട്, ഇതിൻ്റെ കളറ് മാറി. ഞാൻ ഞെക്കി കാണിക്കാം, കണ്ടോ, ഞെക്കുമ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. വെന്തളിഞ്ഞു പോകരുത്, ആവി കയറി നല്ലപോലെ സെറ്റായാൽ മതി. ഇപ്പം നമ്മളത് ചെയ്യുമ്പം കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്, എന്നാലും ആവി കയറി വന്നല്ലോ. അപ്പോൾ നമുക്കത് ശരിയാകുന്നില്ല എന്ന് തോന്നി നമ്മൾ എന്നാ ചെയ്യണമെന്നറിയാമോ, നമ്മളത് അടച്ചു വെച്ചേക്കണം ഗ്യാസ് ഓഫാക്കിയിട്ട്. അപ്പോൾ ആവി കൊണ്ട് നീരാവി അതിൻ്റെ അകത്തോട്ട് വന്നിട്ട് അതിനകത്ത് കുറേ വെള്ളം ഉണ്ടാകും. അതുകൊണ്ട് ആ വെള്ളത്തിൽ വീണ്ടും നമ്മൾ ഗ്യാസിൽ ചെറു തീയിൽ വെച്ചാൽ അത് സെറ്റായി കിട്ടും കേട്ടോ. പേടിക്കുന്നതിൻ്റെ ആവശ്യമോ കേടായി പോകത്തോ ഒന്നുമില്ല. വെള്ളം ഒഴിച്ചേക്കില്ല, കഴിക്കുവേ. ഇതിലൊരു തുള്ളി പോലും കയ്പില്ല കേട്ടോ. പാവയ്ക്കയുടെ ഒരു ചെറിയ കയ്പ്പ് രസം മാത്രമേ ഉള്ളൂ. ഇത് എൻ്റെ ഒരു വെള്ളം എടുക്കുന്ന ഒരു അണ്ടാവിൻ്റെ അടപ്പാണ്. എൻ്റെ സ്ഥിരം ഞാൻ എന്തെങ്കിലും ഉണങ്ങുന്ന പാത്രമാട്ടോ ഇത്. ഇവിടുത്തെ കറക്റ്റ് അളവായതാണ്. പിന്നെ ഇറച്ചിയോ അങ്ങനെ ഓരോ സാധനങ്ങൾ ഉണങ്ങുമല്ലോ. ഇത് ഇങ്ങനെ എടുക്കുന്നതിന് വേറൊരു ഇതും കൂടെ ഉണ്ട്. അതിനാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ പുകയില്ലാത്ത മെറ്റേക്കൂട്ട് ബർണറുള്ള അടുപ്പാണ്. അപ്പം മഴക്കാലത്ത് ഞാനിത് ഉണങ്ങും. അപ്പോൾ ആ ബർണർ ഉള്ള ആ അടുപ്പിലോട്ട് ഇത് കയറ്റി ഇങ്ങോട്ട് വെക്കും. ചോറൊക്കെ വെന്ത് കഴിയുമ്പോൾ തീക്കനൽ കാണുമല്ലോ. അപ്പോൾ ഇത് നേരിട്ട് വെച്ചാൽ കരിഞ്ഞു പോവേ. അപ്പോൾ അതിൻ്റെ മേലെ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലെ ഇത് വെക്കും. 2 ദിവസം കൊണ്ട് നമുക്ക് റെഡിയായിട്ട് കിട്ടും. എല്ലാ മഴക്കാലം എല്ലാ കാലഘട്ടത്തിലും ഞാനിവിടെ കോവയ്ക്കായും പാവയ്ക്കായും ഒക്കെ ഇതുപോലെ ഉണങ്ങി വയ്ക്കുവേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്നിൽ തൊടാത്ത പോലെ പറ്റുന്നിടത്തോളം അകത്തി നമ്മളിത് ഇങ്ങനെ നിരത്തി വെക്കണേ. ഭയങ്കര വെയിലാണ്. ഇപ്പോൾ രാവിലെ ഒരു 9:15 9:30 ആയിട്ടേ ഉള്ളൂ. ഭയങ്കര വെയിലാണ് ഇത്. ഇതിപ്പോൾ ഇന്ന് ഞാനിടുന്ന മിനിഞ്ഞാന്നാട്ടോ ഇത് ചെയ്ത് വെക്കുന്നത്. മിനിഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ തിങ്കൾ. ഇന്നലെ ഞാൻ ഉച്ചവരെ ഇവിടെ ഇല്ലായിരുന്നേ. അപ്പോൾ ഇന്നലെ ഞാൻ ഉച്ച കഴിഞ്ഞ് അടുത്ത് വെയിലത്ത് വെച്ചേ. മിനിഞ്ഞാന്ന് വെച്ചു രാവിലെ. മിനിഞ്ഞാന്ന് രാവിലെ വെക്കുന്ന ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് എഡിറ്റ് ചെയ്യുന്നത് 2 ദിവസം കഴിഞ്ഞ്. കണ്ടോ. അപ്പം നമ്മളത് മുറ്റത്തോട്ട് തന്നെ കൊണ്ടുവന്ന് വയ്ക്കുക. എല്ലാം സെറ്റാക്കി വെച്ചേക്കുവാണ്. 9:20 ആയിട്ടുള്ളൂ കേട്ടോ നേരം രാവിലെ. അന്നേരത്തേനും പൊതിയെല്ലാം കെട്ടി എല്ലാവരും പോയി, അടുക്കള കാര്യങ്ങളും എല്ലാം ആയി അങ്ങനെ ഇരിക്കുന്നു. മുറ്റത്ത് കൊണ്ടുവന്ന് ഭയങ്കര വെയിലാണേ, കണ്ടോ, പൊള്ളുന്ന വെയിലാണ്. ഞാനിതൊരു ഷെയ്ഡ് വരുന്ന പോലെ വെച്ചേക്കുന്നത്. വെയിലത്ത് പോയി നിൽക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. പൊള്ളുന്ന വെയിലെന്ന് പറഞ്ഞാൽ പൊള്ളുന്ന വെയിലാണ്. ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഈ അവസ്ഥയായി കേട്ടോ. എല്ലാം സെറ്റായിട്ടിരിക്കുന്നു. ഒരു പക്ഷി പോലും പുറത്തിറങ്ങാത്തൊരു വെയിലാണ്. ഉച്ച കഴിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇതുപോലെ ആയി കിട്ടി. കണ്ട കളറൊക്കെ മാറി തുടങ്ങാൻ തുടങ്ങിയേ. എന്നിട്ട് ഇന്നലെ ആ രൂപത്തിൽ വന്നേ. ഇന്നിപ്പം രാവിലെ ഈ രൂപത്തിൽ കിട്ടി. കണ്ടോ, നിസാര നേരമുള്ളൂ. ഇന്നലെ ഫുള്ള് വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ ഇത് നമുക്ക് സെറ്റായിട്ട് കിട്ടിയായിരുന്നു. ഇതിനിപ്പോൾ നമുക്ക് ടിന്നിട്ട് അടച്ചാൽ മതി. അതിനകത്തൊരു തുള്ളി പോലും ജലാംശമില്ല. അപ്പം തിങ്കളാഴ്ച ചെയ്തു, ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞും വെച്ചു, ബുധനാഴ്ച രാവിലെയും വെച്ചു. ഇത് ബുധനാഴ്ച ഒരു ഉച്ചയ്ക്ക് എടുത്തതാണേ. കണ്ടോ, അത് ആ മുളകും അതുമൊക്കെ തീരെ ഒരു മുളക് 2 മുളകൊക്കെ എടുക്കാവുള്ളൂ കേട്ടോ. ഇതൊക്കെ വീർത്ത് വരുവേ. പക്ഷെ നമുക്ക് സഹിക്കാവുന്ന എരിവൊക്കെ ഉള്ളൂ താനും. ഇത്രേ വറക്കുന്നുള്ളൂ. ഒരാൾക്ക് ഇത് കൂടുതലായിരിക്കും ഭക്ഷണത്തിൻ്റെ കൂടെ. നല്ല കട്ട തൈരിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കണം. ചോറും കട്ട തൈരും ഇതും നല്ല ടേസ്റ്റാണ് അതിനെ കഴിക്കാൻ. എനിക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് കഴിക്കുമ്പോൾ എനിക്ക് ഈ മുളകൊക്കെ കഴിക്കുമ്പോഴേ ഇതിൻ്റെ ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ട്. എന്നാലും തിന്നും. നല്ലപോലെ തിളച്ച എണ്ണയ്ക്കകത്ത് കണ്ടോ, നമ്മൾ ആ മെലിഞ്ഞ് കുഞ്ഞായിട്ടിരുന്ന സാധനം കണ്ടോ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടപ്പം നമ്മൾ അരിഞ്ഞ് വെച്ച പോലെ തന്നെ വലുതായി. അത് ഞാൻ പറഞ്ഞത്, ഇത് കാണുമ്പോൾ ഇച്ചിരി ഉള്ളെന്നോ കുറവാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഇത് ഇത്രയും നല്ല നല്ല ടേസ്റ്റാണേ. എൻ്റെ ഒക്കെ വീട്ടിൽ വേറെ രീതിയിലാട്ടോ ചെയ്യുന്നത്. അത് ഞാൻ വേറെ ദിവസം കാണിച്ചു തരാവേ. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ഇടണേ. നിങ്ങളെങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊക്കെ കമൻറ്റൊക്കെ ഇടണം കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി സെറ്റായിട്ടാണ് വന്നേക്കുന്നത്. കഴിച്ച് നോക്കണം ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് അത് നിങ്ങൾക്ക് ശരിയായോ ഇല്ലയോ എന്നൊക്കെ കണ്ടോ. നല്ല വീർത്ത നമ്മളാ ഇട്ട അളവിൽ തന്നെ വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്, നാളെ കാണാവേ.